ഹായ് വ്യൂവേഴ്സ്, അനുബന്ധ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാർത്തിക അവരുടെ ബ്രദർ സന്തോഷ് കുമാറിന് വേണ്ടി പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സന്തോഷ് കുമാർ ഏജ് 41 ഇയേഴ്സ്, എക്സ്പെക്റ്റേഷൻസ് 33 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു യുവതിനെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് കാസ്റ്റ് ഒന്നും വലുതായിട്ട് നോക്കുന്നില്ല, കാസ്റ്റ് നോബാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് വള്ളിക്കൂടത്ത് തന്നിട്ടുണ്ട്. പിന്നീട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൺ ഹൗസാണ്. പ്രൊഫഷൻ അവരുടെ ജോലി എവിടെയെന്ന് വെച്ചാൽ ICL റെസിഡൻസിൽ സൂപ്പർവൈസർ ആയിട്ടുണ്ട്. അവരുടെ ബ്രദർ കാർത്തികയാണ്. അവരുടെ ബ്രദർ സന്തോഷ് കുമാറിന് വേണ്ടി പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ മന്ത്ലി സാലറി 20,000 കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതേപോലെ തുളസി അവരുടെ മകൾക്ക് വേണ്ടി ഒരു വലിയ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും വലുതായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. തുളസി അവർക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മോൾ ആണ്. ഇപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇളയ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. മൂത്ത മോളുടെ വയസ്സ് 42 കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോസ് കണ്ടതിൻ്റെ ശേഷം നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കാമെന്ന് തോന്നിയെന്ന് തുളസി പറഞ്ഞിട്ടുണ്ട്. തുളസി അവർ കൊടുങ്ങല്ലൂരാണ് വീട്ട സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 2 പെൺകുട്ടികളാണ്. പക്ഷെ മൂത്ത ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് ഒരു മുഖത്തിലൊരു പാടുണ്ടായി. അതെങ്ങനെയെന്ന് വെച്ചാൽ 2 ആളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടൻ കഞ്ഞിയുടെ വെള്ളം അവളുടെ മുഖത്ത് കുട്ടി. അതിൻ്റെ ശേഷമാണ് അവൾക്കത് ഒരു പാട് കഴുത്തിലും പിന്നീട് അവളുടെ കവളത്തും കഴുത്തിൽ പിന്നീട് കയ്യിലൊക്കെ ഒരു പാടുണ്ടായി. ഒരു പൊള്ളിയതാണ്. കുട്ടികളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഞ്ഞി കുടിക്കാൻ അപ്പോൾ തന്നെ ചുടൻ അവരുടെ മുത്തച്ഛിക്ക് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് പിള്ളേരങ്ങനെ കളിച്ച് തട്ടി വീണ് അവളുടെ മുഖത്തിൽ കൊണ്ട് അവൾക്കപ്പോൾ ഒരു 3.5 വയസ്സുണ്ടാവും. അവരുടെ മകളുടെ പേര് ശോഭന എന്ന് പറഞ്ഞിട്ടുണ്ട്. തുളസി അവരുടെ മൂത്ത മകൾ. അവളുടെ മുഖത്തിൽ ഒരു പാടുള്ള കാരണം മുഖത്തിലും പിന്നീട് കഴുത്തിൽ കയ്യിലൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ല. അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് തുളസി ഒരുപാട് വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് 2 കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളയ മോൾ അവൾക്ക് 2 ആൾക്കും ഒരു 1.5 വയസ്സിൻ്റെ അടുത്ത് തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. മൂത്ത മോൾക്ക് ഒരു 3.5 വയസ്സുള്ളപ്പോഴാണ് ഈ സംഭവം നടന്നത്. അവരുടെ മുത്തച്ഛിക്ക് വേണ്ടി കഞ്ഞി കുടിക്കാൻ കൊണ്ടുവന്ന് ടേബിളിന് മുകളിൽ വെച്ചപ്പോൾ 2 ആൾ അങ്ങനെ കളിച്ച് വന്ന് വീണ് അത് മൂത്ത മോളുടെ ശോഭനയുടെ മുഖത്തിലും പിന്നീട് കഴുത്തിലൊക്കെ കൊണ്ട് പൊള്ളിയതാണ്. ചുടചുരൻ കഞ്ഞി കൊണ്ടതിൻ്റെ ശേഷം ഞങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ല. അത് ഒന്ന് ശരിയാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവർ ഒരു പച്ചില മരുന്നൊക്കെ പരട്ടി. പക്ഷെ അത് ഗുണമായി കിട്ടാൻ 1.5-2 മാസത്തിൻ്റെ അടുത്തായി. പക്ഷെ അതിൻ്റെ ശേഷമുണ്ടായ പാട് ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ. പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളപ്പോഴും അതിന് അത്ര കൂടുതൽ ഞങ്ങൾക്ക് ചിലവാക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. കാരണം ഞങ്ങൾക്കത് ചിലവാക്കാൻ പറ്റില്ല. അത് പാടങ്ങനെ നിന്നിപ്പോയി. എൻ്റെ മോള് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പഠിത്തം അങ്ങനെ അവിടെ നിർത്തിയതാണ്. ഇളയ മോൾ BCom പഠിച്ച് പിന്നീട് ഒരു ബാങ്കിലാണ് ജോലി ചെയ്ത് പിന്നീട് അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഇളയ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളായി. പക്ഷേ ഇവളുടെ ഈ പാട് കാരണം മുഖത്തിൽ പൊള്ളിയതിന് ശേഷം ഉണ്ടായ ആ പാട് കാരണം അവളുടെ കല്യാണം, അതായത് ശോഭനയുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. 40 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ടതിൻ്റെ ശേഷം അവർക്കൊരു ചെറിയൊരു പിടുത്തം കിട്ടി. നമുക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയാം, ഇറങ്ങിണ്ടാവും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ എന്നൊരു ചെറിയൊരു ആഗ്രഹം കൊണ്ടാണ് അവർ ഇങ്ങനെ അവരുടെ മകൾ ശോഭനയ്ക്ക് വേണ്ടി ഈ പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ശോഭന ഇപ്പോൾ ഒരു തുന്നൽ
കടയിൽ ജോലി, ചെറിയൊരു ഷോപ്പാണ് അത്ര. ഒരു 2-3 മെഷീനൊക്കെ വെച്ച് ഒരു അവരുടെ അയൽവക്കത്താർ അവരുടെ ഒപ്പം ചെന്ന് ഒന്ന് അവർക്ക് സഹായിച്ചുകൊണ്ട് തുന്നൽ പഠിച്ചിട്ടുണ്ട്. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തുന്നലൊക്കെ പഠിച്ച് ഒരുവിധം ബ്ലൗസൊക്കെ തുന്നിയോണ്ട് വരുന്നു. ഇങ്ങനെ അവരുടെ കൂടെ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ട് പോകുന്നു. വലുതായിട്ട് നമുക്ക് ശമ്പളം എന്ന് പറഞ്ഞത് വലുതായിട്ടൊന്നുമില്ല. എന്നാലും അവർക്കൊരു സമയം പോക്ക് അവിടെ പോയി ഇന്ന് അവർക്ക് അവരുടെ ഒപ്പം നിന്ന് അവർക്ക് അത്യാവശ്യമായിട്ടില്ല, അവരുടെ പണികൾ കുറച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്കും ഒരു റിലാക്സ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് തുളസി. ശോഭന, അവരുടെ ഏജ് 42 ഇയേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരുടെ സ്ഥലം കൊടുങ്ങല്ലൂർ. പ്രീ ഡിഗ്രി വരെ തന്നെ പഠിച്ചിട്ടുണ്ട്. അതിന് ശേഷം അവർക്ക് സ്കൂളിൽ പോകാൻ അവർക്ക് ഒരു വയ്യാമ, അവർക്ക് മുഖത്തിലുള്ള ആ പാട്, അവൾക്കത് ഒരു വലിയൊരു എപ്പോഴും ഒരു ഡിപ്രഷനിലാണ് അവളുണ്ട്. അത് മാത്രം ഞങ്ങൾക്ക് അറിയും. അപ്പം ഞങ്ങളൊക്കെ ഉള്ള കാരണം മുത്തച്ഛി ഇപ്പോഴടുത്താണ് മരിച്ചത്. അവളുടെ മുത്തച്ഛി, അതായത് എൻ്റെ അമ്മ ഉള്ളവരവർക്ക് നല്ലൊരു കൂട്ടായിരുന്നു. അവർക്ക് ആ വിഷമം അറിഞ്ഞില്ല. അനിയത്തിൻ്റെ കുട്ടികളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അനിയത്തി ഇപ്പോൾ അവരുടെ ഭർത്താവിന് ബാംഗ്ലൂർ ട്രാൻസ്ഫറായി. കാരണം അവളും ഇപ്പോൾ ബാംഗ്ലൂർ പോയി. അപ്പോൾ ഒരു തനിച്ചായ ഒരു ഫീലുണ്ട് അവൾക്ക്. 2 കുട്ടികളും അവൾക്ക് നല്ലൊരു കൂട്ടിനുണ്ടായിരുന്നു. അവൾക്ക് 2 കുട്ടികളാണ്. മൂത്തതാണ്, ഇളയത് പെണ്ണുമായിട്ട്. അവരുടെ ഇളയ മോൾക്ക് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ മൂത്ത മോൾക്ക് മുഖത്തിലുള്ള ഈ പാട് കാരണം ഒരു ചെറിയ നിസ്സാരം, ഒരു ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ തെറ്റ് പറ്റിയതിൻ്റെ ഒരു ഇതാണിപ്പോൾ ആ കുട്ടിയുടെ വിവാഹം. ഇന്ന് 42 വയസ്സായിട്ടും വിവാഹം കഴിയാണ്ട് ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് തുളസി വിഷമത്തോടു കൂടി. എങ്ങനെയെങ്കിലും അവളുടെ ഒരു വിവാഹം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു കുട്ടീനെ വിവാഹം കഴിക്കാനും ഒരു നല്ലൊരു മനസ്സുണ്ടാവണം. അങ്ങനെയുള്ള ഒരു വരണയാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വീടാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വരും അവരുടെ വീടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലുതായിട്ട് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. അവൾക്കിപ്പോൾ വലുതായിട്ട് പണിയൊന്നും ഇല്ല. അത് കാരണം തന്നെ എങ്ങനെയെങ്കിലും അവൾക്ക് ഒരു വിവാഹം കഴിഞ്ഞ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വന്നാൽ ഞങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടും. ഞങ്ങൾ എത്ര കാലം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ കാലത്തിൻ്റെ ശേഷം അവളുടെ സ്ഥിതി ഓർക്കുമ്പോഴാണ്. ഇതുവരെ മുത്തച്ഛി അവൾക്ക് നല്ലൊരു കൂട്ടിനായിട്ടുണ്ടായിരുന്നു. മുത്തച്ഛിക്ക് 90 വയസ്സ് കഴിഞ്ഞ് മരിക്കുമ്പോൾ എന്നാലും നല്ലൊരു ദേഹ ആരോഗ്യത്തോട് തന്നെ അവരുടെ അമ്മ ഉണ്ടായത്. അവൾക്ക് നല്ല കൂട്ടിനുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയും മരിച്ച്. ഞങ്ങളുടെ കാലത്തിൻ്റെ ശേഷം അവളുടെ സ്ഥിതി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിച്ച് വിടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു പാടുള്ള ഒരു കുട്ടീൻ്റെ മുഖത്തിൽ മുഴുവൻ ഒരു സൈഡ് മുഴുവനും ഉണ്ട് പാട്, കഴുത്തിലുണ്ട്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വിവാഹം കഴിക്കാൻ നല്ല മനസ്സുള്ള ഒരു വരണയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ തുളസി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള ആലോചനകൾ തുടരണമെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആയിട്ട് ഇല്ലെങ്കിലും അത്യാവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറോട് നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്ഥലം, ഇതൊക്കെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസാണ്. അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അനുബന്ധം ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യും. അത് നോക്കിയിട്ട് അവർ നേരിട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നോക്കി വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അവർ നോക്കിയിട്ടുണ്ട് ഇത്ര കമ്മ്യൂണിറ്റി ടാബിൽ. പക്ഷെ അവരൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതുപോലെ ഉള്ള ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ അവർ ഫോൺ കട്ടാക്കിയെന്നും പറഞ്ഞിട്ടുണ്ട്. ദയവേത് നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു ചെറിയൊരു വേണോ വേണ്ടെന്ന് വേണ്ടാന്ന് പറയാനും നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അത് പറയുന്ന ആ രീതി കുറച്ച് ഡീസൻ്റ് ആയെങ്കിൽ കൊള്ളാമെന്ന് ഞാനിവിടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലുള്ള പ്രൊഫൈൽസൊക്കെ നോക്കിയിട്ട് അവർക്ക് പാകമായിട്ടുള്ള ഒരു 50-48 വയസ്സുള്ള വരണയൊക്കെ അവർ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ശരിക്കുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്.
ദയവ് ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതൊരു നല്ലൊരു രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അതല്ലേ ഒരു നല്ലൊരു മനസ്സുള്ള ആൾക്കാർ ചെയ്യുന്നത്. ആരും വിഷമിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്തോറും മറ്റുള്ളവരെ വിഷമിക്കാണ്ട് നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് അത് കേൾക്കാൻ നമുക്കൊരു സുഖമുണ്ട്. ഇങ്ങനെ അവർ പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഇതുപോലെ കമ്മ്യൂണിറ്റി ടാബിൽ കുറേ പ്രൊഫൈൽസ് കണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വിളിച്ച് നേരിട്ട്, പക്ഷെ അവർക്ക് ശരിക്കുള്ള ഒരു റെസ്പോൺസ് ഉത്തരം കൊടുത്തിട്ടില്ല. അത് ഒരു വിഷമത്തോടെ അത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണം തന്നെ ഞാനിവിടെ പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊരു നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാണ്ട് ഫോൺ കട്ടാക്കി അവരെ വിഷമിക്കരുത്. ഇതാണ് തുളസി പറഞ്ഞു വന്നത്. ഞാൻ ഇവിടെ അവർ പുറത്തെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. തുളസിയുടെ മകളുടെ ഏജ്, മൂത്ത മകളാണ് ശോഭന, അവളുടെ ഏജ് 42 ഇയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവരുമായിട്ടുള്ള ആലോചനകൾ തുടരണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പെർഫെക്റ്റായിട്ട് അയച്ചു കൊടുക്കും. നമസ്കാരം.